ഒരു വിസ കിട്ടാനുള്ള പെടാപ്പാടുകൾ. അമേരിക്കൻ വിസ വേണോ? സോഷ്യൽ മീഡിയയിൽ നല്ല നടപ്പ് മസ്റ്റാ. ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ നിലപാടൊക്കെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള മാധ്യമമാണെന്നാണല്ലോ വെപ്പ്. അതുകൊണ്ട് തന്നെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അഭിപ്രായം പറഞ്ഞ് കൈയടിയും കല്ലേറും ഒക്കെ വാങ്ങുന്നത് സമൂഹ മാധ്യമങ്ങളിലെ നിത്യ കാഴ്ചയുമാണ്. പലരെയും കണ്ണടച്ചു തുറക്കും മുന്നേ വൈറലാക്കുകയും മറ്റു ചിലരെ തകർത്ത് തരിപ്പണമാക്കി ആത്മഹത്യയുടെ വക്കിലെത്തിക്കുകയും ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു മാജിക്കാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ നിലപാടിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിൽ അമേരിക്കയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ആവേശം കൂടി അമേരിക്കയ്ക്ക് മൂക്കുകയറിടണം, അമേരിക്ക എന്നാ ലോക പോലീസാണോ എന്ന മട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ജോലിക്കോ പഠനത്തിനോ എന്തിന് വയ്യാതെ കിടക്കുന്ന അടുത്ത ബന്ധുവിനെ ഒന്ന് കാണാനുള്ള വെറും സന്ദർശനത്തിനോ വേണ്ടി ഒരു അമേരിക്കൻ വിസ ആവശ്യമുണ്ടോ? എങ്കിൽ യു ആർ ട്രാപ്ഡ്. എങ്ങനെ? ലോകത്ത് തന്നെ ആദ്യമായാകും വിസ ആവശ്യത്തിനായി ഒരു രാജ്യം അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. പരിശോധന എന്ന് വെച്ചാൽ ഒന്നൊന്നര പരിശോധനയാണ്. ഇതിൽ ചിലത് ഭൂതക്കണ്ണാടി വെച്ച് AI നടത്തുന്ന വെരിഫിക്കേഷനാണ്. അതിൽ പലതും തെറ്റാണെന്ന വാർത്തയൊക്കെ വന്നത് നമ്മളൊക്കെ കണ്ടതുമാണ്. എപ്പോഴെങ്കിലും ഒരു ആവേശത്തിനോ കൗതുകത്തിനോ ഒരു അമേരിക്കൻ വിരുദ്ധ പോസ്റ്റ് ഇടുകയോ അത്തരം പോസ്റ്റിന് ലൈക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടി. 5 വർഷ സോഷ്യൽ മീഡിയ ചരിത്രത്തിൽ ആ മട്ടിലൊരു കളങ്കമുണ്ടെങ്കിൽ നിർദ്ദയം നിങ്ങളുടെ വിസ അപേക്ഷ നിരസിക്കപ്പെടും. ഏതൊക്കെ അക്കൗണ്ടുകൾ പരിശോധിക്കും? ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റ തുടങ്ങി നമുക്ക് അക്കൗണ്ടുകളുള്ള മൊത്തം സമൂഹ മാധ്യമ ഇടങ്ങളും പരിശോധിക്കും. വിസ അപേക്ഷകർ ചെയ്യേണ്ടതെന്ത്? സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലേക്കുള്ള ആക്സസ് വിസ അപേക്ഷയ്ക്കൊപ്പം കൈമാറണം. 5 വർഷമായി ഉപയോഗിച്ചിരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ യൂസർ നെയിം പറഞ്ഞു കൊടുക്കണം. പലരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാ ഫീഡൊക്കെ നമുക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം കാണാനായി പ്രൈവറ്റ് ആക്കി വെക്കാറില്ലേ? അതങ്ങ് പബ്ലിക് ആക്കി വിസ അപേക്ഷകർ ഉദ്യോഗസ്ഥർക്ക് നൽകണം. അവരത് അരിച്ചു പെറുക്കി സംശയാസ്പദമായതൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയാൽ നിങ്ങൾക്ക് വിസ ലഭിക്കും. ഇല്ലെങ്കിൽ തഥൈവ. ഈ വിവരങ്ങൾ അപേക്ഷയിൽ കാണിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും? വിസ നിഷേധിക്കപ്പെടാം. ഭാവിയിൽ US വിസയ്ക്ക് യോഗ്യതയില്ലാത്ത അവസ്ഥ വരും. എന്താണ് ലക്ഷ്യം? ഭീകരവാദികളെയും US-നെതിരായി പ്രവർത്തിക്കുന്നവരെയും അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്നതാണ് ലക്ഷ്യം. എന്തൊക്കെ പരിശോധിക്കപ്പെടും? ഒരു വ്യക്തിയുടെ സ്വഭാവം, ബന്ധപ്പെടുന്ന സംഘടനകൾ, വിവിധ വിഷയങ്ങളിലും പൊതുവായുള്ള നിലപാടുകൾ എന്നിവ വിലയിരുത്തപ്പെടും. അമേരിക്കയിലെത്തിയാൽ പിന്നെ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. പിന്നീട് ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാലും വിസ റദ്ദാക്കപ്പെടാം. വിസ അപേക്ഷകർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? പണ്ട് ചെയ്ത പോസ്റ്റൊക്കെ തപ്പിയെടുത്ത് പ്രശ്നമാകുന്നതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ആക്കിയത് കുത്തിപ്പൊക്കാനുള്ള സംവിധാനം പരിശോധകർക്കില്ലെന്ന് കരുതാം. തമ്പുരാനെ ഓർത്ത് വിവാദ പോസ്റ്റുകളിലൊന്നും എന്നെ പിടിച്ചിട്ടാകല്ലേ എന്ന് ഫ്രണ്ട്സിനോടൊക്കെ അപേക്ഷിക്കുന്നു. വിവാദ നേതാക്കന്മാരെയും സംഘടനകളെയും അൺഫോളോ ചെയ്യുന്നു. ഇനി വാൽക്കഷ്ണം. സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ട്രംപ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷ നൽകില്ലെന്ന് തീരുമാനിക്കണം.